അമേരിക്ക ഇറാനിൽ ആക്രമണം ആരംഭിച്ചു എന്നാണ് പുതിയ ന്യൂസ്. ഒരു സമൂഹം ഒന്നിച്ചു ഒരു ശാക്തിക സമൂഹം ഒന്നിച്ചു ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ആ രാജ്യം തകരുക എന്നത് ആ രാജ്യം തകരൽ സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ ഇറാന്റെ തകർച്ച നോക്കി നിൽക്കുന്ന അറബ് സമൂഹത്തിന് വലിയ ദുരന്തം നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങൾ എഴുതിക്കൊള്ളി. ഇറാന്റെ തകർച്ചയല്ല പ്രശ്നം. ഇറാൻ തകർന്നതോടുകൂടെ അറബ് ലോകത്ത് ഇസ്ലാം എന്ന സാധനം ഉണ്ടാവില്ല. ഇത് റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. ഇന്നെന്താ ഡേറ്റ്? 2025 ജൂൺ 22 രാവിലെ 8 മണിക്ക് റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. ആദ്യം അറബ് സമൂഹത്തിലെ ഇസ്ലാം എടുത്തു. ഇറാൻ നശിക്കുന്നതോടുകൂടെ അറബ് രാജ്യത്തെ ഇസ്ലാം നഷ്ടപ്പെട്ടു. നിലവിൽ തന്നെ ഉന്നതമായ അറബ് സമൂഹങ്ങളിൽ സൗദിയിൽ മാത്രം 17% നിരീശ്വരവാദികളാണ്. അറബി നിരീശ്വരവാദികൾ 17% നിരീശ്വരവാദികളാണ് സൗദി അറേബ്യയിലുള്ളത്. നിലവിലെ കണക്കാണ്. നിലവിൽ ഏതൊരു ഹജ്ജാണോ അള്ളാഹുവിനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ചൊല്ലാനാണോ നീ ഒരു നാട്ടിൽ പോകുന്നത്, ആ നാട്ടിൽ നിലവിൽ 17% നിരീശ്വരവാദികൾ. അവിടെയാണല്ലോ സത്യത്തിൽ എല്ലാത്തിൻ്റെയും അച്യുതണ്ട് എന്ന് പറയുന്നത്. അവിടെ നിലവിൽ 17%. നിങ്ങൾ എഴുതിയച്ചോളൂ, ഈ യുദ്ധത്തിൽ അറബികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചോളൂ. അതെങ്ങനെയാണ് നീ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നടന്നിരിക്കും. അറബ് സമൂഹത്തിൽ നിന്ന് ഇസ്ലാം എടുത്തു പോകലാണ് ഇനി അടുത്ത് നടക്കാനുള്ളത്. അതിന് ഏറ്റവും വലിയ വാതിൽ ഇറാൻ തകരലായിരിക്കും. അത് പറയാൻ നിങ്ങളാരാണ്? എൻ്റെ പേര് റഹ്മത്തുള്ള. നിങ്ങൾക്ക് എന്നെ അറിയാലോ, 25 കൊല്ലമായിട്ട് ഞാൻ വലിയ ഔലിയപ്പാപ്പയൊന്നുമില്ല. പക്ഷെ പറഞ്ഞു നടന്നിട്ടുണ്ട് റബ്ബിന് സഹായത്താൻ. ഇത് നടന്നിരിക്കും. ഇറാന്റെ നിലവിലുള്ള തകർച്ചയെ തടഞ്ഞു നിർത്തിയാലോ കുറച്ചും കൂടെ മുന്നോട്ട് പോകും, അല്പം കൂടെ മുന്നോട്ട് പോകും. ഇറാൻ തകരുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങളിലെ ഇസ്ലാമിനെ നഷ്ടപ്പെടുത്തും. ഇസ്ലാമ ശേഷം പിന്നെ ആ രാജ്യത്തുണ്ടാവും. വൻ കുതിരശക്തിയിൽ നിരീശ്വരവാദത്തിലേക്ക് കുതിക്കലായിരിക്കും പിന്നെ അറബ് യുവാക്കളിൽ നിന്ന് ഉണ്ടാവുക. ഭരണാധികാരികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എഴുതിച്ചോളി. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ തകർച്ചയായി ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട്? ആ തകർച്ച എന്നതൊരു പ്രശ്നമല്ല, ഇത് ഇല്ലായ്മയായിരുന്നല്ലോ. 1937 ആദ്യമായി സൗദിയിൽ എണ്ണ കണ്ടെടുക്കുന്നത്. 1937. അതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഇറാഖിലും ഇറാനിലുമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ എണ്ണശേഖരം വരുന്നത് യുഫ്രട്ടീസ് തടത്തിൽ വരുന്നത് മസ്ജിദ് സുലൈമാനി നഗരത്തിലാണ്, ഇറാനിൽ 1902. കിർക്കുക്കിൽ 1927 ഇറാഖിൽ. ഇറാൻ അന്ന് ഭരിച്ചിരുന്നത് ഖജൂർ ഡൈനസ്റ്റിയാണ്. അവര് ബ്രിട്ടന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ആ എണ്ണ പിന്നെ ബ്രിട്ടൻ ഉപയോഗിച്ചു. അതിന്റെ നിശ്ചിത ശതമാനം ഇറാന് കൊടുത്തു. അപ്പോൾ ഈ പ്രദേശം ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ കിടക്കുന്ന ഈ പ്രവിശ്യ ഒന്നടങ്കം എണ്ണയുടെ മണ്ണാണെന്ന് ബ്രിട്ടനും അമേരിക്കയും മനസ്സിലാക്കി 1902. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്. അതിനുശേഷം പിന്നെ വൻ എണ്ണശേഖരങ്ങൾ ഇറാഖിൽ നിന്നും പിന്നെ ഇറാനിൽ നിന്ന് വന്നു. പിന്നെ 1927 വന്നു. എവിടെ നിന്ന്? കിർക്കുക്കിൽ നിന്ന് വന്നു. അതായത് ഇറാഖിൽ യൂഫ്രട്ടീസ് തടത്തിന്റെ പരിധിയിൽ. അതിനുശേഷം 1932 സൗദി അൽ മംലക്കത്തുൽ അറബിയത്തു സൗദിയ ഉണ്ടായി. വലിയ എണ്ണ ശേഖരം കണ്ടെടുത്തു 1937. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങോട്ട് ഉയർന്നു. ഏതുയർച്ച? ഭൗതികമായ വളർച്ചയും ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ആ രാജ്യത്തിനും പരിസര രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. 1937 കൂടി അന്ന് റോൾസ് റോയ്സ് ഇറക്കി
അബ്ദുൽ അസീസ് രാജാവ് റോൾസ് റോയ്സ് സൗദി രാജാവ് ഇറക്കുമ്പോൾ ആകെ 600 കിലോമീറ്റർ മാത്രമാണ് സൗദിയിൽ ടാറിട്ട റോഡുള്ളത്. എന്താ പറഞ്ഞേ ഒറ്റ വണ്ടിക്ക് പോകാവുന്ന രൂപത്തിൽ വേറൊരു വണ്ടി സൈഡാക്കി നിർത്താൻ ഒരു വണ്ടി ഒറ്റ വണ്ടിക്ക് പോകാവുന്ന ചെറിയ റോഡ് 937 എണ്ണശേഖരം കണ്ടെത്തിയപ്പോൾ ഭരണാധികാരി അബ്ദുൽ അസീസ് രാജാവ് 1952 മനസ്സിലാവുണ്ട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എന്താ പറയാ, ബ്രിട്ടനിലെ രാജകുമാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് എന്ത്, റോൾസ് റോയ്സ് ഇറക്കുമതി ചെയ്തു. റോൾസ് റോയ്സ് സൗദി അറേബ്യ ഇറക്കുമതി ചെയ്യുമ്പോൾ സൗദി എന്ന രാജ്യത്ത് ആകെ റോഡ് ടാറിട്ട ഒറ്റ വണ്ടിക്ക് പോകാവുന്ന റോഡ് 600 കിലോമീറ്റർ മാത്രമാണ്. അതിനുശേഷമാണ് ഈ കാണുന്ന പുരോഗതി എല്ലാം ഭൗതികമായി ഉണ്ടായത്. അപ്പൊ അതിന് മുമ്പ് അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിലേക്ക് തിരിച്ചു പോയാൽ തന്നെ ഞാനൊരു തകർച്ച എന്നതിനെ പറ്റി പറയുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചൊരു തകർച്ച എന്ന് പറയാൻ സ്പിരിച്വലായ തകർച്ചയാണ്. ഇസ്ലാം നഷ്ടപ്പെട്ടു വരും. കാബാലയത്തിന്റെ ഓരോ കല്ലും എടുത്തിട്ട് കടലിലെറിയും എന്നില്ലേ? ഹദീസില്ലേ? ഉണ്ടോ ഇല്ലേ? അതെങ്ങനെ സംഭവിക്കാം? ഒന്ന് പറയാം, അങ്ങനെ സംഭവിക്കാം. നിങ്ങളിപ്പോ പോയിട്ട് കാബാലയത്തിന്റെ കല്ല് പോയിട്ട് അതിന്റെ കീസമയെ തൊട്ടാണ് നിങ്ങളെ രോമം ബാക്കിയിട്ടുള്ളത്. 2 കുള്ളന്മാര് വരും, എന്ത് ചെയ്യും? കല്ല് ഹജറം ബി ഹജരീൻ, ഓരോ കല്ലും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അവര് കടലിലെറിയും. നന്നെറി എറിയടോ. ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. 100% ക്രിസ്തീയ മതവിശ്വാസികൾ. അങ്ങനെ പഴയകാല നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് ചർച്ചുകൾ വലിയ ആവേശത്തോടെ ആരാധനാ തൽപരരായ പഴയകാല നല്ല ക്രിസ്തുമത വിശ്വാസികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരിൽ ആരാധന കൊണ്ട് ആ ചർച്ചുകളെ അവർ സജീവമാക്കിയിട്ടുണ്ട്. ആ ചർച്ചുകളിൽ ആയിരക്കണക്കായ ചർച്ചുകൾ ഇന്ന് ക്ലബ്ബുകളാണ്. ബാറായ ചർച്ചുകളുണ്ട്, ബാറുണ്ട്. ഞാനിത് ആരെയും ഹത്യ ചെയ്യാൻ വേണ്ടി പറയുന്ന വാക്കല്ല. എതിര് പറഞ്ഞാൽ ആയിരക്കണക്കിന് തെളിവ് പറയും. ഒരു തെളിവും 2 തെളിവല്ല, പഠിച്ചിരിക്കാൻ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വിഭാഗ ക്രിസ്ത്യാനികൾ. അവരെ ഞാനൊരു കുറ്റം പറയില്ല. ഇത് ക്രിസ്ത്യാനികളെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞ വാക്കുമല്ല. എല്ലാ മതക്കാരോടും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഹിന്ദു മതവിശ്വാസികൾ, ക്രിസ്തു മതവിശ്വാസികൾ, അവരൊക്കെ ഈ രാജ്യത്ത് ലോകത്തൊക്കെ ഉണ്ടാവണം. അതൊക്കെ നന്മയാണ്. ഇതിലൊക്കെ നന്മ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കല്ല. 100% ക്രിസ്തീയ ഭക്തരായ വിശ്വാസികൾ ആയിരക്കണക്കായ ചർച്ചുകൾ ഉണ്ടാക്കി. ആ ചർച്ചുകളിൽ പലതിനെയും അവർ പൊളിച്ചെറിഞ്ഞു. ചിലതിനെ അവർ സൂപ്പർ മാർക്കറ്റിന് വിറ്റു, ചിലതിനെ അവർ ബാറുകളാക്കി വിറ്റു. ചർച്ചായി നിലനിർത്തിക്കൊണ്ട് തന്നെ ബാറായ ചർച്ചുകൾ ഇപ്പോഴുണ്ട്. ആ ചർച്ചുകളിൽ ആൾത്താരയിൽ കള്ളു കുടിക്കാൻ കൂടുതൽ പൈസ കൊടുക്കും. അങ്ങനത്തെ ചർച്ചകളുണ്ട്. നഗ്ന നൃത്തത്തിന് വേണ്ടി ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന ചർച്ചകളുണ്ട്. എന്താ പറഞ്ഞേ? നഗ്നരായി നൃത്തം ചെയ്യുക, അതിനു വേണ്ടി ക്ലബ്ബുകൾ വിലക്ക് വാങ്ങി, നൈറ്റ് ക്ലബ്ബുകൾ, നഗ്നരായി സ്ത്രീ പുരുഷന്മാർ അവിടെ എന്ത് ചെയ്യും? നൃത്തം ചെയ്യും. നൃത്തത്തെ അപ്പുറം പിന്നെ എന്ത് ചെയ്യും? പഠിച്ചോന്നറിയാം, എനിക്കറിയില്ല. ഏതായാലും നൈറ്റ് ക്ലബ്ബുകളാ, ഡാൻസ് ക്ലബ്ബുകളാ. അതില് ആൾത്താരയിൽ നൃത്തം ചെയ്യണമെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കും. ഒരു കാലത്ത് ആരാധനക്ക് ഏറ്റവും വലിയ പ്രാധാന്യവും ആരാധനക്ക് നേതൃത്വം നൽകിയ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു കാലത്തെ ക്രിസ്ത്യാനികളുടെ ഹൃദയമായിരുന്നു അവയെല്ലാം. അതേസമയത്ത് ഇപ്പോൾ അത് ബാറുകളായി. എന്തുകൊണ്ട്? അവരിൽ 90, 92, 96, 98% നിരീശ്വരവാദികൾ, ക്രൈസ്തവ പേരുകളുള്ള നിരീശ്വരവാദികൾ. ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ 98% നിരീശ്വരവാദികൾ. എന്താ കാരണം? AD 18, 19 നൂറ്റാണ്ടുകളിൽ എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ നിരീശ്വരവാദത്തെ തിരികെ കയറ്റി. പുതിയ ബോധോദയം, അതാണ് എൻലൈറ്റ്മെന്റ്. മനസ്സിലായോ പറഞ്ഞത്? എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ 18, 19 നൂറ്റാണ്ടുകളിൽ ഏകദേശം
16, 17 നൂറ്റാണ്ടുകൾ എന്നാൽ യൂറോപ്പിന്റെ റനൈസൻസ്, നവോത്ഥാന കാലഘട്ടം. പിന്നീട് 18, 19 നൂറ്റാണ്ടുകൾ യൂറോപ്പിന്റെ എൻലൈറ്റ്മെന്റ്, പുതിയ ബോധോദയം. എന്താണ് ഈ ബോധോദയം? ഏത്തിസം, നിരീശ്വരവാദം. എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ നിരീശ്വരവാദം യൂറോപ്പിൽ കുടികൊണ്ടപ്പോഴാണ് അവർക്ക് ചോരക്കുരുതി, ഒരു മടിയും ഇല്ലാതായത്. അതാണ് ഏജ് ഓഫ് വാർസ് വന്നത് 20-ാം നൂറ്റാണ്ടിൽ. യുദ്ധങ്ങളുടെ നൂറ്റാണ്ടാണ് 20-ാം നൂറ്റാണ്ട്. 19-ാം നൂറ്റാണ്ട് വരെ എൻലൈറ്റ്മെന്റ് എന്ന പേരിൽ യൂറോപ്പിൽ വന്ന നിരീശ്വരവാദത്തിന്റെ മറ്റൊരു പരിണിത ഫലമാണ് ഏജ് ഓഫ് വാർസ് ആയിട്ട് എന്ത് വരുന്നത്, 20th സെഞ്ചുറി വരുന്നത്. ഇതൊക്കെ ഇല്ലാതാകാൻ നിമിഷങ്ങൾ മതി. ഇതിൽ അന്താരാഷ്ട്ര സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ചില അജണ്ടകൾ ഇതിലുണ്ട്. നമ്മളിപ്പോൾ അവർ മനസ്സിലായില്ലേ, പണ്ട് അവർ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ മാനത്ത് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്നില്ല, അവർ മാനത്താണ് കാണുന്നത്. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഞാൻ ഭയപ്പെടുന്നത് ഇറാൻ തകർന്നു പോയാൽ മുസ്ലിം രാജ്യങ്ങളിൽ ഇസ്ലാം നഷ്ടപ്പെട്ടു. അതെങ്ങനെ, അതിന്റെ റൂട്ടൊന്നും പറഞ്ഞുതരാൻ നിങ്ങൾക്ക് പറ്റൂല. പക്ഷെ അത് സത്യമാണ്. കുതിരശക്തിയിലായിരിക്കും നിരീശ്വരവാദം അറബ് സമൂഹത്തെ ആക്രമിക്കുക. അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കേണ്ടത് അറബ് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അവർ ഷിയയാണ്, അവർ മറ്റതാണ് എന്നൊന്ന് പറഞ്ഞു നടക്കുന്നത്. വളരെ ചിന്തിക്കണം. എനിക്ക് ഇറാനോട് ഒരു പ്രത്യേക സിമ്പതി ഉണ്ടായതുകൊണ്ട് പറയാൻ ആരും പറയരുത്. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. അതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയം അല്ല. ഞാൻ ഷിയയല്ല. എനിക്ക് ഇറാനോട് പ്രത്യേക സിമ്പതി ഉണ്ട് താനും. അവരൊക്കെ മനുഷ്യന്മാരല്ലേ. അവരൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് മാത്രമല്ല, അവരൊക്കെ ആരാണ്? അവരൊക്കെ മനുഷ്യരല്ലേ. കാരണം ഇറാൻ എന്നാൽ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു നാടാണ്. ഒന്ന് സിറിയ, ഒന്ന് ഇറാൻ. എൻ്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്ന 3 രാജ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഈജിപ്ത്, ഒന്ന് സിറിയ, ഒന്ന് ഇറാൻ. അതിൽ ഈജിപ്ത് ഞാൻ കണ്ടു. ഒരു 25 വട്ടമൊന്നല്ല ഞാൻ ഈജിപ്തിൽ പോയത്. റബ്ബിൻ്റെ സഹായത്താൽ ഒരു പക്ഷേ 2025 പോയേക്കാം, അടുത്ത് തന്നെ പോയേക്കാം. റബ്ബിൻ്റെ സഹായത്താൽ വലിയ ഇഷ്ടമാണ് എനിക്ക്. അതേപോലെ 2007 ഞാൻ 2007-ലോ 2008-ലോ ആയിരിക്കാം, ഞാൻ സിറിയയിലേക്ക് എൻ്റെ പാസ്പോർട്ടിൽ സിറിയയിലെ വിസ അടിച്ചു. പക്ഷെ അപ്പോഴത്തിന് മുല്ലപ്പൂ വസന്തം എന്ന പേരിൽ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നമ്മുടെ കോൺസുലേറ്റ് നമ്മൾ പോകുന്നത് തടഞ്ഞു. എന്തുകൊണ്ട്? സുരക്ഷിതത്വമില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്. പോകാൻ കഴിഞ്ഞില്ല, പൊക്ക് നിർത്തി. 17 കൊല്ലം മുമ്പ്. ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല. പോകാൻ വലിയ കൊതിയുണ്ട്. അതുപോലെ രാജ്യമാണ് ഇറാൻ. എന്തുകൊണ്ട്? ഇറാന്റെ ചരിത്രമില്ലാതെ ഒരിക്കൽ ലോക ചരിത്രത്തിൽ എഴുതാൻ കഴിയില്ല. ഇന്ത്യയെ പോലെയാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ അതിർത്തി തൊട്ട് കടന്നിരുന്നത് ഇറാൻ. അതിനിടയിൽ വേറെ വിടവില്ല, ഒന്നുമില്ല. ഇന്ത്യയും ഇറാനും അത്ര അടുത്തിരുന്നു. ഇന്ത്യ അവസാനിച്ചാൽ ഇറാൻ തുടങ്ങും. ഇറാനിൽ നിന്ന് വന്നവരാണ് ഈ രാജ്യത്തെ വരേണ്യ സമൂഹമായ ആര്യന്മാർ. അടിസ്ഥാനം അവർ ഇറാനികളാണ്. ഇറാൻ എന്ന വാക്കാണ് ആര്യൻ എന്ന വാക്കിൻ്റെ അടിസ്ഥാനം. ആര്യൻ, ഇറാൻ, 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 ഇറാൻ എന്ന് 10 വട്ടം പറഞ്ഞാൽ അറിയാതെ നിങ്ങൾ 11ാമത്തെ വട്ടം ആര്യനായി പോകും. മനസ്സിലായില്ലേ? അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു വരും. അപ്പൊ അതിന് സിമ്പതി ഉണ്ട്. താൻ മനുഷ്യ എവിടെയും യുദ്ധം ഉണ്ടാവരുത്. എവിടെയും എങ്ങോ മർത്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്. എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് പറഞ്ഞത് യശസ്വീരനായ NV. NVയിൽ നിന്ന് ഈ കവിത ഞാൻ പഠിക്കുന്നത്. NV എഴുതിയ ആ ആഴ്ച തന്നെ 1989, 90കളിൽ NV മരിച്ചിട്ടുണ്ട്. NV എന്നാൽ മലയാളത്തിൻ്റെ എന്താ പറയുക, ഡിക്ഷണറി ആയിരുന്നു. ജീവിക്കുന്ന ഡിക്ഷണറി ആയിരുന്നു NV കൃഷ്ണവാര്യർ. അദ്ദേഹം എഴുതിയ അന്ന് തന്നെ ഞാൻ മാതൃഭൂമിയിൽ നിന്ന് വായിച്ചു പഠിച്ചതാണ്. എങ്ങോ മർത്യനു ചെങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാ, നെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്നാണ് NVയുടെ 4 വരി കവിത. പക്ഷെ ജീവനുള്ള കവിതയാണ്. അപ്പൊ എവിടെയും ഒരു സമൂഹം നശിക്കാനോ വേദനിക്കാനോ നമ്മൾ ആഗ്രഹിക്കണില്ല. പഠിച്ചോനെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഇതിൻ്റെ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്.
വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും. പഠിച്ചത് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ഇതിന്റെ ദുരന്തഫലം അറബ് ലോകത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടു, അശേഷം നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നാൽ പിന്നെ കഅബാലയം അവർക്ക് എന്താണ്? അവിടെയും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയത്, അവിടെയും കൂടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉണ്ടാക്കിയാൽ, അതിന്റെ പേരിലൊരു വലിയ സർക്കിൾ അവിടെ വെറുതെ ഇട്ടിട്ടുണ്ടല്ലോ. അതൊരു നഗരത്തിന്റെ ഹൃദയവുമല്ലേ. കൊള്ളലും കൊടുക്കലും ലാഭവും നഷ്ടവുമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖ്യധാര. അതിനാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന യൂറോപ്യൻ സമൂഹത്തെ അങ്ങനെ തന്നെ വയറ്റിൽ കയറ്റിയിട്ടുണ്ട് ഇതിനകം ആര്? അറബ് സമൂഹം. ഇനി അവർക്ക് ഇവരെ ചിന്തയിൽ തന്നെ ഇപ്പൊ അതിന്റെ ആ കഅബാലയത്തിന്റെയും മസ്ജിദുൽ ഹറാമിന്റെയും പരിസരത്തുള്ളത് വലിയ വലിയ വാടക കൊടുക്കുന്ന ഇന്റർനാഷണൽ ഹോട്ടലുകളാണ്. ഇനി ഒരു കാലം വരും അത് മക്കയുടെ ഹൃദയവുമാണ്. ഇന്നൊരു കാലം വരും ഇത് ആവശ്യമില്ലാത്ത സാധനമായി മനസ്സിലാക്കും നിരീശ്വരവാദികളാവുമ്പോൾ. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചാളെങ്കിലും ഇത് കണ്ട അല്ലാഹ് അല്ലാഹ് എന്ന് പറയും. അപ്പൊ അതും ഇല്ലാതാകാൻ നല്ലതാണ് എന്ത് പറയേ? അതുമായും തുടക്കം അവർ തന്നെയാണ്. പുണ്യ റസൂലിന്റെ വീട് കണ്ടാൽ ജനങ്ങൾ എന്ത് പറയും? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് പറയാതിരിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് ചെയ്തത്? പൊളിച്ചങ്ങോട്ട് കളഞ്ഞത്. ലോക ചരിത്രത്തിൽ ഒരു പുണ്യപുരുഷന്റെ വീട് പൊളിച്ചു കളഞ്ഞ ഒരു രാജ്യം ലോകത്തിൽ, ഒരു രാജ്യം ലോകത്തൊരു രാജ്യം അങ്ങനെയില്ല. മുസ്ലിങ്ങൾ ഒഴികെ. മുസ്ലിങ്ങളുടെ പുണ്യപൂമാനായ റഹ്മത്തുല്ലിൽ ആലമീന പ്രസവിക്കപ്പെട്ട 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ നിലനിർത്തിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ അവർ പൊളിച്ചു. അതിനുശേഷം തുർക്കികൾ വീണ്ടും തിരിച്ചു പണിതു. 20-ാം നൂറ്റാണ്ടിൽ അധികാരം ലഭിച്ചപ്പോൾ അവരാദ്യം പൊളിച്ചത് പുണ്യ റസൂലിന്റെ വീടാണ്. 82 സൂറത്തിറങ്ങിയ ഖദീജ ബീവി രണ്ടാമത്തെ വീണ്ടും പൊളിച്ചു. അത് കക്കൂസാക്കുകയും ചെയ്തു. 82 സൂറത്തിറങ്ങിയ പരിശുദ്ധ ഖുർആനിൽ 82 സൂറത്തിറങ്ങിയ ഖദീജ ബീവിയും പുണ്യ റസൂലും താമസിച്ചിരുന്ന വീട് വീണ്ടും അവർ പൊളിച്ചു. അപ്പൊ അങ്ങനത്തെ ടെൻഡൻസി പൊതുവെ അവരെ ഉള്ളിൽ ഉണ്ട്. ഇനി കഅബ പൊളിക്കാൻ ദൂരൊന്നുമില്ല. അതിന് ഇറാന്റെ തകർച്ച ഒരു കാരണമോ? കുതിരശക്തിയിലൂടെ നിരീശ്വരവാദം. നിങ്ങൾ എഴുതി വെച്ചോളി. ഇത് പറയാൻ നീ അറിയാം, എന്റെ പേരാണ് റഹ്മത്തുള്ള. ഇറാൻ തകർന്നാൽ മുസ്ലിം ലോകത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടു. നിലവിലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 17% നിരീശ്വരവാദികൾ ഒരു രാജ്യത്തിന്റെ വന്നാൽ തമാശങ്ങൾ. ഇന്ത്യ സ്വഭാവം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തിനേയും അഡാപ്റ്റ് ചെയ്യുന്നൊരു സമൂഹമാണ്. അവരെന്തു ചെയ്യും? അവിടെ അങ്ങനെയല്ല. ചിന്തിച്ചോളി. ഇതൊക്കെ പറയാം ഞങ്ങളാരാണ് മനസ്സിലാക്കിക്കോ. നടന്നിരിക്കും. ഇറാൻ തകർന്നാൽ മുസ്ലിം ലോകത്ത് ഇസ്ലാം നഷ്ടപ്പെട്ടു. സംശയിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കാരണങ്ങളുണ്ട് പറയാൻ, ഞാൻ വെറുതെ പറയല്ല. എനിക്ക് കൃത്യമായ കാരണമുണ്ട്. അല്ലെങ്കിൽ യൂറോപ്പിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അതിന്റെ ചാണിന് ചാണാകൽ മതം ചില അടയാളങ്ങൾ മാത്രമാവുക. ഹൃദയത്തിൽ നിന്ന് മതം എടുത്തു പോവുക, എല്ലാം എടുത്തു പോവുക, ഒക്കെ എടുത്തു പോവുക, എല്ലാം എടുത്തു പോവുക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹ് വലിയ ദുരന്തത്തിലേക്ക് വരുമ്പോൾ വലിയ ദുരന്തം.